ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 സ്പോട്ട് ഞങ്ങൾ ഇത്തവണ പിടിച്ചു. എൻ്റെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഹരിത ബയോ പാർക്ക് ആട്ടോ. നേരത്തെ കണ്ടതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഈ ഹരിത ബയോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവിടെ ഭയങ്കര ഫേമസ് എന്ന് പറയുന്നത് അവിടെ ഒരു വലിയൊരു നമ്മുടെ അലിഗേറ്റർ ആണെന്ന് തോന്നുന്നു, എനിക്ക് എക്സാക്റ്റ് ആ പേരറിയത്തില്ല. ഫിഷ് ഉണ്ട് കേട്ടോ, അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഫിഷാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒത്തിരി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് അനിമൽസും പിന്നെ നമ്മുടെ കുറേ ടൈപ്സ് ഓഫ് കോഴികളും ഉണ്ട്. പിന്നെ കുറേ ടൈപ്സ് ഓഫ് മീനുകളും ഉണ്ട്. ഓർണമെൻ്റലായിട്ടുള്ള മീനുകളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയ്ക്കൊക്കെ നല്ല ഭംഗിയുള്ള കുറേ മീനുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമുക്കിങ്ങനെ കറി വെച്ച് കഴിക്കാൻ പറ്റുന്ന കുറേ ടൈപ്പ് ഓഫ് മീനുകളുണ്ട്. നമ്മുടെ മൊയിലുകുട്ടന്മാരെ കണ്ടോ? മൊയിലുകുട്ടന്മാർ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് അവർ. അവരുടെ കുഞ്ഞുങ്ങളും എല്ലാവരായിട്ടൊക്കെ കിടക്കണേ. അവരുടെ അപ്പയൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുക. അപ്പ എന്ന് പറഞ്ഞാൽ അവരുടെ പുല്ലൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ഇതായിട്ട് പറഞ്ഞ മീൻ. ഒത്തിരി ടൈപ്സ് ഓഫ് മീനുകളുണ്ട്. എനിക്ക് പിന്നെ പേരറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. കുറേ ടൈപ്പ് ഓഫ് മീനുകളുണ്ട്. എനിക്ക് ഒന്നിനും പേരറിയില്ല. താഴെ കിടക്കുന്നത് സക്കറാന്ന് തോന്നുന്നു. ക്യാറ്റ് ഫിഷൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറേ ടൈപ്സ് ഓഫ് കോഴികളുണ്ടെന്ന്. തലയിൽ എന്താ പറയുക, പൂവിൻ്റെ അടുത്ത് ഇങ്ങനെ ഡിസൈനുള്ള കോഴി, പിന്നെ കാലുമ്മ ഇതുള്ള സോട്ട്സുള്ള കോഴി, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് കോഴികളുണ്ട്. ഇത് നമ്മുടെ എമു ആണ്. എമു ഭയങ്കര തിരക്കിലാട്ടോ, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക എമു. അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. ഇതായിട്ട് ഞാൻ പറഞ്ഞ അലിഗേറ്ററാന്ന് തോന്നുന്നു, എനിക്ക് പേരറിയത്തില്ല. ഇത് നമ്മുടെ കളകം കേട്ടോ. കളകം ഇങ്ങനെ ഒച്ചയുണ്ടാക്കൂലേ, നമ്മുടെ കളകം കുട്ടനാണത്. എൻ്റെ വീട്ടിൽ പണ്ട് കളകം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒച്ചയ്ക്കെടുത്ത് കളകത്തിനെയും കൊണ്ട് ഒച്ചയ്ക്ക് ഇടിപ്പിക്കുകയായിരുന്നു. പൂച്ച എന്നെ കൊന്നാലും ഞാൻ എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് പൂച്ച നല്ല ഉറക്കത്തില്ല. ഇത് പെസൻ്റാണേ. ഇത് നമ്മുടെ എമു കിടന്നുറങ്ങാണ്. ഞങ്ങളൊരു ഉച്ച ടൈമിലാണ് പോയത്, അതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെ ബ്രീഡിങ്ങിനായിട്ട് കുറേയും വെച്ചിട്ടുണ്ട്. കുറേയും എന്താ പറയുക, കോഴികളൊക്കെ ഇങ്ങനെ അടയിലിരിക്കുന്നുണ്ട്. മുട്ട അങ്ങനെ വെച്ചിട്ട് അവർ അടയിരിക്കുകയാണ്. ഇങ്ങനെ കുറേ ടൈപ്സ് ഓഫ് കോഴികളെന്ന് പറഞ്ഞില്ലേ, ഇതുണ്ടോ, ഇതിൻ്റെ ഫെദർ ഉണ്ടോ, നല്ല രസമില്ലേ, ഇങ്ങനെ പഞ്ഞിക്കട്ട പോലെ. ഇത് നമ്മുടെ കളകത്തിൻ്റെ പെണ്ണുങ്ങളാട്ടോ, പെൺകളകമാണ്. എമുവിൻ്റെ മുട്ടയാട്ടോ ഈ കാണുന്നത്. കാരണം നല്ല വലിയ മുട്ടയല്ലേ. അതുപോലെ ഈ കളകത്തിൻ്റെ മുട്ടയും വെറൈറ്റി ആട്ടോ. ഇങ്ങനെ നമ്മുടെ സാധാരണ മുട്ടക്കാലും വലിയതായിരിക്കും. ഉണ്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ കുത്തുണ്ടാവും. പിന്നെ ഇവിടുത്തെ മെയിൻ വെറൈറ്റി എന്ന് പറയുന്നത് പാർക്കാണ്. പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വലുതായാലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അവിടെ പാർക്കിൽ ഞങ്ങൾ കുറേ നേരം ഊഞ്ഞാലാടി. പിന്നെ നമ്മുടെ സീസോ ഊർന്നിറങ്ങുന്ന സാധനം, അത് ഇത് അങ്ങനെ കുറേ ഉണ്ട്. പിള്ളേരെയും കൊണ്ടൊക്കെ വന്നാൽ പിള്ളേർ നല്ല എന്താ പറയുക, അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട്. നമുക്കും എൻജോയ് ചെയ്യാം, കപ്പിൾസിനും എൻജോയ് ചെയ്യാം, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാട്ടോ അത്. ഇതുണ്ടോ മീനൊക്കെ ഇങ്ങനെ പോകണേ. ഞങ്ങളിങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് വന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേരിട്ട് വേണമെന്നില്ല. കാരണം ഇത് നമുക്ക് എന്തൊരു സേഫ്റ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ, നല്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജായിരുന്നു. എൻ്റെ ധൈര്യമുള്ള എൻ്റെ കൂട്ടുകാരി ഫ്രണ്ടിക്കുള്ള നടന്നുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് പിടിച്ചു. നെക്സ്റ്റ് സ്പോട്ട് ഞങ്ങൾ പിടിച്ചത് പാണിയിലിപ്പോരാണ്. ഈ പാണിയിലിപ്പോരും നമ്മുടെ ഹരിത ബയോ പാർക്കൊക്കെ ഒരുവിധം അടുത്താട്ടോ. പാണിയിലിപ്പോര് പാണൻകുഴി, നമ്മുടെ ഹരിത ബയോ പാർക്ക് കൊമ്പനാട്, പെരുമ്പാവൂർ അടുത്താട്ടോ. അതൊക്കെ കോടനാട് എന്തായാലും കേട്ടിട്ടുണ്ടാവുമല്ലോ, കോടനാട് അടുത്താണ് ഈ 2 സ്പോട്ടും വരുന്നത്. ഹരിത ബയോ പാർക്ക് വന്നാൽ നമുക്ക് പാണിയിലിപ്പോര് പോകണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല, രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ ഈ പാണിയിലിപ്പോര് എന്ന് പറയുന്ന പേര് കിട്ടാനായിട്ട് കാരണം എന്താണെന്ന് ഒന്ന് നമുക്ക് അറിഞ്ഞാലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് മുള വെട്ടാനായിട്ട്, നമ്മുടെ ഈറ്റ വെട്ടാനായിട്ട് ആൾക്കാർ നമ്മുടെ കാട്ടിൽ കയറി അവർ ഈറ്റൊക്കെ വെട്ടി ഇങ്ങനെ വരുമ്പോൾ ഇത് പെരിയാറാണല്ലോ ഈ ഒഴുകണേ. അപ്പോൾ ഇങ്ങനെ വരണ ടൈമിൽ ഇതെന്ന് പറയണത്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിറച്ചും പാറക്കൂട്ടാണ്. ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള വെള്ളം ഇങ്ങനെ ചില സ്ഥലത്ത് പാറ വലിയ പാറയായിരിക്കും, ചിലത് കുഞ്ഞി പാറയായിരിക്കും. അപ്പോൾ ഈ വെള്ളം ഒരു വാട്ടർഫോൾ പോലെ ഇങ്ങനെ ഒഴുകി വരാണ്. അപ്പോൾ ഈ ഒഴുകി വരുമ്പോൾ എന്താ പറയുക, ഭയങ്കര ശക്തിക്ക് വെള്ളം ഒഴുകി തന്നെ. അപ്പോൾ ഇങ്ങനെ ഈ പാറയും വെള്ളമായിട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഒരു ഇതിനെ പൂർവികർ കൊടുത്ത പേരാണ് പോര്. അങ്ങനെ പാണിയേൽ പോര് എന്നൊരു പേര് അങ്ങനെയാണ് കിട്ടണത്. അപ്പോൾ കണ്ടോ, ഭയങ്കര ഒത്തിരി ഡേഞ്ചറസ് ആണ് ഈ സ്പോട്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി എന്താ പറയുക, ഇങ്ങനെ ഇറങ്ങരുതെന്ന് പറയുന്നിടത്ത് നമ്മൾ ഇറങ്ങാൻ പാടില്ല, കാരണം പെട്ടെന്ന് വെള്ളം കയറും. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, താങ്ക് യു.